ഇപ്പോൾ നമ്മളുള്ളത് ചെന്നൈ മെട്രോ സ്റ്റേഷനിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചെന്നൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്ക്രീനിങ് കഴിഞ്ഞു, നമ്മൾ ഡെസ്കിലേക്ക് പോവാണ് കേട്ടോ. ചെക്ക് ഇൻ പ്രൊസീജിയേഴ്സും ബാഗേജ് ടാഗിങ്ങും അതേപോലെ പാസഞ്ചർ ക്വയറീസൊക്കെ ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ ഒരു ബ്രീഫിംഗ് അവർ നടത്തിയതിന് ശേഷം നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നതാണ് എയർലൈൻ സോഫ്റ്റ്വെയർ ലോഗിൻ ചെയ്യണം എങ്ങനെയെന്ന് പറഞ്ഞുതരും. അതേപോലെ പാസഞ്ചേഴ്സിൻ്റെ അടുത്ത് പൊളൈറ്റ് സൈറ്റും അതേപോലെ സ്മൈലൊക്കെ കൊണ്ട് എങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞുതരും. പിന്നെ മെയിൻലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡോക്യുമെൻറ്റേഷൻ ബാഗേജിങ്ങും അതിൻ്റെ പോളിസീസൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോയിട്ടൊരു തൈര് സാദം കഴിച്ചിട്ടുണ്ടായിരുന്നു. തൈര് സാദം എന്ന് പറഞ്ഞാൽ എനിക്കിതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല, എന്നാലും വിശപ്പ് കൊണ്ട് വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് ഇത് നമ്മൾ കഴിച്ചേ പറ്റുള്ളൂ. അങ്ങനെ തിരിച്ച് നമ്മൾ എയർപോർട്ടിലേക്ക് വന്നപ്പോൾ ഒരു ഈവനിങ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് നൈറ്റോടെ ഷിഫ്റ്റൊക്കെ കംപ്ലീറ്റ് ആവും. അപ്പം നമ്മൾ ഒരു ഉച്ച ടൈമിലാണ് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു തത്ത വന്നിട്ടുണ്ടായിരുന്നു പച്ച കളർ. അപ്പോൾ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നല്ല മഴയും പെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആകെ ക്ലൗഡിയായി, റൺവേ ഒക്കെ മൊത്തം അലങ്കോലായി കിടക്കുകയാണ്. അപ്പം ഫ്ലൈറ്റൊന്നും പോണില്ല. അപ്പം അങ്ങനെ നമ്മൾ നൈറ്റത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് എന്ന് പറയാനില്ല, ചെറുതായിട്ടൊരു പിസ്സ ഓർഡർ ചെയ്ത് കഴിച്ചാണ്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല അഫോർഡബിൾ റേറ്റിന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഫ്രണ്ടും കൂടി അതിരുന്ന് കഴിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളെ റൊട്ടീൻ തന്നെ വരുന്നത് ജോബ് റൂം അങ്ങനെ തന്നെ നമ്മളെ ലൈഫ് അങ്ങനെ പോയിക്കൊണ്ട്. പിന്നെ പിറ്റേ ദിവസം കേട്ടോ ഇത് ഫ്രൈഡേ മാർക്കറ്റാണ് ഇവിടെ. ഫ്രൈഡേ മാർക്കറ്റ് പറയുമ്പോൾ എല്ലാ ചീപ്പായിട്ടുള്ള ഐറ്റംസും കിട്ടും, അതേപോലെ ഗുഡ് ഐറ്റംസും കിട്ടും. വിലക്കുറവിൽ, വില കൂടുതൽ, അതെല്ലാം നമുക്ക് കിട്ടും. എന്തൊക്കെ വേണ്ടി എല്ലാം അവിടെ തന്നെ ഉണ്ട്. ഈ ഓഫീസ് ഐറ്റംസ് അതേപോലെ വീട്ടിലേക്കുള്ള അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ, കത്തി അങ്ങനത്തെ ഒന്നും വാങ്ങരുത്. അല്ലാതെ നമ്മൾ ഈ ചെറിയ ചില്ലറ അരിപ്പ അതൊക്കെ വാങ്ങാൻ പറ്റൂട്ടോ. പിന്നെ നമ്മളെന്തായാലും റൂമിലെത്തുമ്പോൾ രാത്രിയാവും. എന്താ വെച്ചാൽ 3 കിലോമീറ്റർ നമുക്ക് നടക്കാണ്ട് കേട്ടോ. അവിടെ കുറേ ആർട്ടിഫിഷ്യലായിട്ടുള്ള ക്യാൻഡിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ രാത്രിയൊക്കെ നമ്മളെ റൂമിലൊക്കെ കത്തിച്ചേക്കാൻ പറ്റിയ അങ്ങനത്തെ കുറച്ച് ലൈറ്റ്സൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ മേടിച്ച് റൂമിൽ കൊണ്ടുവച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ പോകുമ്പോൾ അതൊക്കെ ഏറ്റി കൊണ്ടുപോകണമല്ലോ എന്ന് മടിച്ചിട്ട് ഇതൊന്നും വാങ്ങിയിട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. റൂമിൽ പോയപ്പോൾ ലാസ്റ്റ് ഫ്ലൈറ്റാണ് ഇന്നത്തെ. അപ്പം നാളെ ഇനി വേറെ ഫ്ലൈറ്റാണ് പോവുക. അപ്പം ഇന്നത്തെ ലാസ്റ്റ് ഫ്ലൈറ്റാണ് ഈ പോണത് കേട്ടോ. പിന്നെ ഫ്രണ്ട്സിനോടൊക്കെ കുറച്ച് നേരം വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരുന്നു കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉറക്കം വന്നു. ബിസ്ക്കറ്റ് കഴിച്ചു. പിന്നെ ഇത് നമ്മളെ നാട്ടിൽ കിട്ടാത്തൊരു ബിസ്ക്കറ്റ് ആയിരുന്നു. അപ്പം ഇവിടെ വന്നപ്പം ഇവിടെ ഇഷ്ടംപോലെ ബിസ്ക്കറ്റ് ഉണ്ട്. അങ്ങനെ ഇതും ഈ സാധനം ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ